ഹലോ, ഞാൻ നിങ്ങളുടെ അയാനമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് കേട്ടോ. നേരം പുലർന്നു വരുന്നേ ഉള്ളൂ. അടുത്തുള്ള അമ്പലത്തിൽ നിന്നും സുപ്രഭാതം കേൾക്കുന്നുണ്ട്. ഞാൻ പുറപ്പോടെ തല ഒന്നുകൂടി മൂടി കിടന്നു. ഇവനിതുവരെ എണ്ണീറ്റില്ലേ? എന്തൊരുറക്കം ചെക്കൻ. ഡാ എണ്ണീക്ക്, എന്തൊരുറക്കം അത്. അവിടെ എല്ലാവരും എത്തി പൂജ തുടങ്ങാനായി. ഞാൻ എണ്ണീറ്റോളാം അമ്മേ. അമ്മ പോയിക്കോ. അത് വേണ്ടല്ലോ മോനെ, ഞാൻ പോയാൽ പിന്നെ നീ പൂജയും കഴിഞ്ഞ് വെണ്ണീര് വാരിയാലേ എത്തുള്ളൂ. എണ്ണീറ്റേ നീ. അതും പറഞ്ഞ് അമ്മ എൻ്റെ പുറപ്പെടുത്ത് മാറ്റി ലൈറ്റ് വിട്ടു. ഈ അമ്മയെക്കൊണ്ട് തോറ്റല്ലോ. ഉറക്കവും കളഞ്ഞു. ഇതാ എൻ്റെ അമ്മ. പേര് ശാന്ത. ഇവിടെ അടുത്തൊരു സ്കൂളിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്നു. അമ്മ ദിവസവും രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആളാണ്. ഞാൻ പക്ഷേ ഒരു 7-8 മണിയാവാതെ എണ്ണിക്കാറുമില്ല. ഇന്ന് എത്ര നേരത്തെ തന്നെ എന്നെ വിളിച്ചു നടത്താൻ കാരണം ഒരു വീട്ടുകൂടലാണ്. നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഗൃഹപ്രവേശം. അമ്മയുടെ ചേട്ടൻ്റെ മോൻ പുതിയതായിട്ടൊരു വീടെടുത്തിരിക്കുന്നു. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് അച്ഛൻ്റെ തറവാട്ടിലാണ്. അച്ഛനൊരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. സ്വത്ത് ഭാഗം വെച്ചപ്പോൾ തറവാട് അച്ഛന് കൊടുത്തു. അച്ഛൻ്റെ ചേട്ടൻ അത്യാവശ്യം നല്ല സെറ്റപ്പിലാണേ. ചേട്ടൻ ലവ് മാരേജ് ചെയ്തത് ഒരു പൂത്ത കാശുള്ള ഫാമിലിയിൽ നിന്നാണ്. സ്വന്തമായിട്ടൊരു സ്കൂളും മറ്റു സ്വത്തുക്കളും ഒക്കെയുള്ള നല്ലൊരു കുടുംബത്തിൽ നിന്ന്. അതും ഒറ്റ മോളായിരുന്നുകൊണ്ട് എല്ലാം അങ്ങേർക്ക് തന്നെ കിട്ടി. അമ്മ ഇവരുടെ സ്കൂളിലാണ് ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതും. അതുകൊണ്ട് കാര്യങ്ങൾക്കൊക്കെ കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നു. എൻ്റെ അച്ഛൻ എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. എനിക്ക് താഴെ ഒരു അനിയത്തിയുണ്ട്, മാളും. എന്നെക്കാ 7 വയസ്സിന് ചെറുപ്പം. പിന്നെ ഞാനാണ് അർജുൻ. നന്ദു എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയും. അർജുൻ എന്ന് ടീച്ചേഴ്സ് മാത്രമേ വിളിക്കാറുള്ളൂ. +2 കഴിഞ്ഞ് നേരെ വെച്ച് പിടിച്ചത് സേലത്തിലേക്ക്. 4 വർഷത്തെ സാഹസങ്ങൾക്ക് ശേഷം ബിടെക് കഴിഞ്ഞു. പഠിക്കാൻ അത്ര മോശമൊന്നുമല്ലാത്തത് കൊണ്ട് പേപ്പേഴ്സൊക്കെ കിട്ടി. കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ 1 മാസം ആവാറായി. വീട്ടുകൂടലിൻ്റെ അന്ന് പുലർച്ചെ തന്നെ ഗണപതി ഹോമം നടത്തും. അതിന് പോകാൻ വേണ്ടിയിട്ടാണ് അമ്മ എൻ്റെ ഉറക്കം കളഞ്ഞ്. അമ്മയുടെ ചേട്ടൻ്റെ മോൻ രാഹുൽ. ഞങ്ങൾക്കെല്ലാം കണ്ണേട്ടൻ. ദുബായിൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഭാര്യ അനാമിക, അനു എന്ന് വിളിക്കും. അതെ, ഇതാണ് നമ്മുടെ നായിക, അനു എന്ന അനാമിക. 32 വയസ്സാണ്. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി കാണും. 5 വയസ്സുള്ളൊരു മോളുണ്ട്. ചേച്ചി BEd കഴിഞ്ഞ് വീട്ടിനടുത്തുള്ള ഏതോ സ്കൂളിൽ താൽക്കാലികമായിട്ട് ടീച്ചറായിട്ട് ജോലി ചെയ്യുമ്പോഴായിരുന്നു കല്യാണം. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ കൂടെ ദുബായിലേക്ക് പോയി. അവിടെ ഏതോ ഒരു സ്കൂളിൽ ടീച്ചറായിരുന്നു. 1 വർഷം മുന്നേ ചേട്ടൻ്റെ അച്ഛന് BP കൂടി സ്ട്രോക്ക് വന്നു. അതോടെ അച്ഛൻ നോക്കി നടത്തി വന്ന സ്കൂൾ നാഥനില്ല കളരി പോലെയായി. അങ്ങനെയാണ് ചേച്ചിയും കുഞ്ഞനും കൂടെ നാട്ടിലേക്ക് മാറുന്നത്. ചേച്ചി അവരുടെ സ്കൂളിൽ തന്നെ ടീച്ചറായി കയറുകയും സ്കൂൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും തുടങ്ങി. അതിനുശേഷം അതുവരെ മെല്ലെ പോരുന്ന വീട് പണി പെട്ടെന്ന് തീർക്കുന്നതും ഇന്നിപ്പോൾ അതേ പാല് കാച്ചിൽ വരെ എത്തി നിൽക്കുന്നതും പെട്ടെന്നായിരുന്നു. ഞാൻ കുളിച്ച് റെഡിയായി അവിടേക്ക് വെച്ച് പിടിച്ചു. നല്ല കിട്ടിനൊരു 2 നില വീട്, 3000 സ്ക്വയർ ഫീറ്റിൽ അത്രയൊക്കെ ഉണ്ട്. അല്ലെങ്കിലും പൈസയ്ക്കൊന്നും ഒരു കുറവും ഇല്ലാത്തത് കൊണ്ട് 5000 സ്ക്വയർ ഫീറ്റ് വേണമെങ്കിലും വെക്കാമല്ലോ. ഞാൻ എത്തുമ്പോഴേക്കും പൂജ തുടങ്ങിയിരുന്നു. ചേട്ടനും അനുവേച്ചിയും അച്ഛനും അമ്മയും അനുവേച്ചിയുടെ ഫാമിലിയിൽ നിന്ന് കുറച്ച് പേരൊക്കെ ഉണ്ട്. എന്താണെന്തോ ഉറങ്ങിപ്പോയോ നിന്നോട്? കണ്ണേട്ടൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഉറക്കമില്ലാതിരിക്കോ? 3-4 ദിവസമായി ഓട്ടം തന്നെയല്ലേ അവൻ്റെ പണി. ക്ഷീണം കാണല്ലേ? കണ്ണേട്ടൻ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യാനെന്ന വണ്ണം പറഞ്ഞു. കണ്ണേട്ടൻ്റെ അമ്മയ്ക്ക് എന്നോട് വലിയ കാര്യമായിരുന്നു. അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും കണ്ണേട്ടനും എന്നെ വലിയ കാര്യമാണ്. വീട്ടിൽ നാട്ടിലൊക്കെ എനിക്കൊരു നല്ല കുട്ടി ഇമേജായിരുന്നു. ദുശീലൊന്നും തന്നെയല്ലേ. ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നതാവും നല്ലത്. അത് വഴിയേ പറയാം. രാഷ്ട്രീയമല്ല, ആകെയുള്ളത് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സാണ്. ഒന്നിച്ച് ചെറുപ്പം മുതലേ കളിച്ച് വളർന്ന കുറച്ച് ഫ്രണ്ട്സ്. അമ്മ പറഞ്ഞത് ശരിയാ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പണിയോട് പണി തന്നെയായിരുന്നു. കുടുംബത്തിൽ ചെറുപ്പക്കാരായ ആൺകുട്ടികൾ കുറവായത് കൊണ്ടും
ഉള്ളവരൊക്കെ കുറേ ദൂരം ആയതുകൊണ്ടും കണ്ണേട്ടന് എന്ത് സഹായത്തിനും എന്നെയായിരുന്നു വിളിക്കുക. അതുകൊണ്ട് തന്നെ അനുവേച്ചിയുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് കണ്ണേട്ടന് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നു. പിന്നാലെ അനുവേച്ചി കുറിയായിട്ട് വരുന്നുണ്ട്. ആലിലിൽ കിടക്കുന്ന കൃഷ്ണൻ ഡിസൈനിലുള്ള ഒരു സെറ്റ് സാരിയിൽ ഒരു പച്ച ബ്ലൗസിൽ നെറ്റിയിൽ കറുത്ത കുറിയും അങ്ങനെ എല്ലാവർക്കും ഒരു ഇളം പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ചേച്ചി നടന്ന് വരുന്നുണ്ട്. ഒരു ഐശ്വര്യം തിളമ്പുന്ന മുഖമാണ് ചേച്ചിക്ക്. ഈ ശാലീന സുന്ദരി എന്നൊക്കെ പറയില്ലേ, നല്ല പോലെ അത് തന്നെ. ഒരു ആവറേജ് കളറൊക്കെ തന്നെയാണ്. പക്ഷേ ചേച്ചി വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയ ഒരാളാണ്. അങ്ങനെ പാല് വരച്ചൊന്നും തിന്നുകയോ സ്പീഡ്സ് പരമാവധി കുറച്ച് കൊണ്ടുമൊക്കെ ശരീരം നല്ലോണം ശ്രദ്ധിക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ അമിതമായ വണ്ണോ അവിടെ ഇവിടെ കൊഴുപ്പോ അങ്ങനൊന്നുമില്ല. ഒരു പെർഫെക്റ്റ് എന്ന് പറയാം. ബോഡി നല്ല ഫിറ്റാണെങ്കിലും അതൊക്കെ നല്ല അത്യാവശ്യം വലുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടൊക്കെ ഉണ്ട്. ഈ അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്ന് പറയില്ലേ, അത് തന്നെ. അതോ ഇനി അത്തരമൊക്കെ ഇടുന്നത് കൊണ്ടാണോന്നും അറിയില്ല. അത്രയും ഫിറ്റായ ബോഡി അവിടെ ഇങ്ങനെ താഴ്ത്തി നിൽക്കുന്ന അതൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു. പിന്നെ ആവശ്യത്തിന് വണ്ണുള്ളത് തന്നെ താഴോട്ടുമൊക്കെ. ഒരു ബാഗും അതൊക്കെ തന്നെയാണ്. തനി സംയുക്ത മേനോൻ്റെ ഒരു ചായ, അതും വേണേൽ പറയാം. ഒരുപാട് മോഡേണൊന്നുമല്ല, ടീച്ചറായത് കൊണ്ടാവും പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അമ്മയും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അല്ലാതെ അത്രയും വലിയൊരു സ്കൂളിൻ്റെ ചുമതല ചുമ്മാ ചേച്ചിക്ക് കൊടുക്കില്ലല്ലോ. എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ എൻ്റെ നേരെയും കുറി വെച്ച് നീട്ടി. ഞാൻ അതിൽ നിന്ന് കുറിയെടുത്ത് നെറ്റിയിൽ തൊട്ടു. എന്താ കണ്ണ, ഉറക്കപ്പിച്ചിലാണോ ഇപ്പോഴും? ഏയ് അല്ലേ ചേച്ചി, അതൊക്കെ എപ്പോഴേ മാറി. ചേച്ചി എൻ്റെ സൈഡിലുള്ളവർക്ക് പ്രസാദം കൊടുക്കുമ്പോഴാണ് ഞാൻ ചേച്ചിയെ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചത്. അതിനിടയിലൂടെയൊക്കെ ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ വന്നവരോടും അവിടെയുള്ളവരോടും മിണ്ടിയും പറഞ്ഞും സമയം കുറേ അങ്ങ് പോയി. ഒരുപാട് പേരൊന്നും ക്ഷണിക്കാത്തത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നേരത്തെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു. പിന്നെ അന്വേഷിയുടെ അമ്മയും കണ്ണേട്ടൻ്റെ അച്ഛനും അമ്മയും മാത്രമായി. കണ്ണേട്ടൻ്റെ വീടെടുക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയും പഴയ വീട്ടിൽ തന്നെ നിൽക്കുമെന്നും പുതിയ വീട്ടിലേക്ക് വല്ലപ്പോഴും വരുമെന്ന് പറഞ്ഞിരുന്നു. കണ്ണേട്ടൻ്റെ അച്ഛന് പഴയ വീടിനോടൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് കണ്ണേട്ടൻ തിരിച്ച് ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ അനുവേച്ചിയുടെ അമ്മ ഇവിടെ നിൽക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കണ്ണേട്ടൻ തിരിച്ച് ദുബായിലേക്ക് പോവുകയും അനുവേച്ചിയുടെ അമ്മ അനുവേച്ചിയുടെയും കുഞ്ഞിൻ്റെയും കൂടെ നിൽക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരികയും ചെയ്തു. ഇടയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനും മറ്റും അല്ലാതെയായി അനുവേച്ചിയുടെ വീട്ടിലെ സന്ദർശകനായിരുന്നു ഞാൻ. ചേച്ചിയുടെ അമ്മ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ പോകുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഒരു നല്ല കുട്ടിയെന്ന ഇമേജ് ഉള്ളത് കൊണ്ട് കണ്ണേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലായാലും ഇപ്പോൾ കണ്ണേട്ടൻ്റെ വീട്ടിലായാലും എനിക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ മഴ തിമിർത്ത് പെയ്യുന്നൊരു ഞായറാഴ്ച പ്രസൻ ബ്രേക്ക് സീരീസും കണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് അനുവേച്ചിയുടെ കോൾ. നന്ദു, നീ എന്തെങ്കിലും പണിയിലാണോ മോനെ? ഏയ് ഇല്ലേ ചേച്ചി, ഞാനിവിടെ ചുമ്മാ കിടക്കുക. എടാ, മോൾക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മഴയായതുകൊണ്ട് കാറെടുക്കാൻ ചെറിയൊരു പേടി. നിനക്കൊന്ന് കാറെടുത്ത് അവിടെ വരെ വരാൻ പറ്റുമോ? പിന്നെന്താ ചേച്ചി, ഞാനിതാ ഡ്രസ്സ് മാറിയിട്ട് വരാം. ആ ശരി നന്ദു. ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറ്റി റെഡിയായി അനുവേച്ചിട്ട് വീട്ടിലേക്ക് പോയി. ഞാനും വരണോ മോളെ? അനുവേച്ചിട്ട് അമ്മ ചോദിച്ചു. ഏയ് വേണ്ടമ്മേ, നന്ദു ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും മതി. വേഗം പോയിട്ട് വന്നോളാം. വീട്ടിൽ നിന്നും ഒരു 13 കിലോമീറ്റർ ഉണ്ട് ഹോസ്പിറ്റലിലേക്ക്. കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഇറങ്ങുന്ന തിരക്കിനിടയിൽ കുട എടുക്കാൻ മറന്നിരുന്നു. മഴ തിമിർത്ത് പെയ്യുന്നത് കൊണ്ട് പാർക്കിംഗ് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയുമില്ല. അയ്യോ, കുട എടുക്കാൻ മറന്നല്ലോ. ഇനിയിപ്പോൾ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങാം? ഇവിടെ സെക്യൂരിറ്റി ഒന്നും കാണുന്നുമില്ല. അനു ചേച്ചി പുറത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. മഴയായത് കൊണ്ടാവും ചേച്ചി അവരൊന്നും പുറത്തേക്ക് നിൽക്കാതെ. ചേച്ചി ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ കുട വാങ്ങിയിട്ട് വരാം. വേണ്ടടാ, നീ നനയില്ലേ, വെറുതെ പനി പിടിപ്പിക്കണ്ട. അത് കുഴപ്പമൊന്നുമില്ല ചേച്ചി.
ചേച്ചി പറഞ്ഞു തീരും മുമ്പേ ഞാൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടി സെക്യൂരിറ്റിയുടെ കുടയും വാങ്ങി കാറിലേക്ക് തിരിച്ചു നടന്നു. നല്ല മഴയായതുകൊണ്ട് നല്ലവണ്ണം നനഞ്ഞു. ദാ ചേച്ചി കോട. എടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? നല്ല മഴയല്ലേ, നനഞ്ഞിട്ട് പനി പിടിച്ചാലോ? ഏയ് ഇല്ല ചേച്ചി, ഞാൻ മഴയത്തൊക്കെ കളിക്കാൻ പോകുന്നതല്ലേ, അങ്ങനെയൊന്നും പനി പിടിക്കില്ല. എന്നാലും എൻ്റെ ബാഗിൽ കർച്ചീഫ് ഇരിപ്പുണ്ട്, അതെടുത്ത് തല തോർത്തിക്കോ, തലയെ വെള്ളം കുടിപ്പിക്കണ്ട. അതും പറഞ്ഞ് ചേച്ചി ഹോസ്പിറ്റലിലേക്ക് പോയി. ഞാൻ കാറിൽ തന്നെ വെയിറ്റ് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചേച്ചി വന്ന് ഡോറ് തുറന്ന് അകത്ത് കയറി. എടാ നീ തല തോർത്തിയില്ലേ? ഞാൻ പറഞ്ഞതല്ലേ തോർത്തിയതിന് ശേഷം നീ വണ്ടി എടുത്താൽ മതിയെന്ന്. എന്നെ കണ്ടതും എന്നെ തലയിൽ തൊട്ട് നോക്കിയിട്ട് ചേച്ചി പറഞ്ഞു, ഈ ചേച്ചിയുടെ ഒരു കാര്യം, ഇന്നാ തോർത്ത്. ബാഗിൽ നിന്ന് കർച്ചീഫ് എടുത്ത് എൻ്റെ നേരെ നീട്ടി. ഒടുവിൽ ചേച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ തല തോർത്തി. ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. പിറ്റേന്ന് രാവിലെ എണ്ണീറ്റ് എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചെറിയ രീതിയിൽ ജലദോഷവും പനിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അമ്മയുടെ വക രാവിലെ ഉപദേശവും ചീത്ത പറച്ചിലെല്ലാം കഴിഞ്ഞ് അമ്മ സ്കൂളിലേക്ക് പോയി. ഞാൻ പുതപ്പിനിടയിൽ മൂടി പറിച്ച് കിടന്നിറങ്ങി. വൈകുന്നേരം ആരോ തട്ടി വിളിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ കണ്ണു തുറന്ന് നോക്കിയത്. നോക്കുമ്പോൾ മുമ്പിൽ അമ്മയും അനുവേച്ചിയും. പനി കുറവുണ്ടോ മോനെ? അമ്മ ചോദിച്ചു. കുഴപ്പമില്ല അമ്മേ, പാരസെറ്റമോൾ കുടിച്ചു, ഇപ്പം കുറവുണ്ട്. മോളിരിക്ക്, ഞാൻ ചായ എടുക്കട്ടെ. അതും പറഞ്ഞ് അമ്മ പുറത്തേക്ക് പോയി. വേണ്ടേച്ചി, ഞാൻ ഇപ്പം ഇറങ്ങും. ഇവൻ കിടത്തത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ചേച്ചി പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അമ്മ അടുക്കളയിലേക്ക് പോയി. എന്താ നന്ദൂട്ടാ, നല്ല പനിയുണ്ടല്ലോ, നോക്കട്ടെ. അതും പറഞ്ഞ് ചേച്ചീൻ്റെ നെറ്റിയിലും കഴുത്തിലൊക്കെ കൈവച്ച് നോക്കി. ആകെ മൊത്തത്തിൽ ചൂടെ നിൽക്കുന്ന അവിടെ ചേച്ചിയുടെ ആരും മൃദു സ്പർശിട്ടപ്പോൾ ആക്കൊരു കുളിര്. ചേച്ചിയുടെ വാത്സല്യത്തോടുള്ളൊരു നോട്ടം കൂടി ആയപ്പോൾ എനിക്കാകെ എന്തോ പോലെ തോന്നി. ഇപ്പം കുറവുണ്ട് ചേച്ചി, അത് പുറത്ത് കാണിക്കാതെ ഞാനിങ്ങനെ പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മഴയത്ത് പുറത്തിറങ്ങി പനി പിടിക്കുമെന്ന്. മൂത്തത് പറഞ്ഞാൽ ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. മോൻ കേട്ടിട്ടില്ലേ? പോ ചേച്ചി, അതുകൊണ്ടൊന്നുമല്ല. വൈകുന്നേരം ഞാൻ കളിക്കാനും പോയിരുന്നു, അവിടുന്ന് മഴ കൊണ്ടിരുന്നു. എനിക്കങ്ങനെ പനി പിടിക്കാറൊന്നും ഇല്ലാത്തതാ, ഇതെന്താണെന്നറിയില്ല. ബെസ്റ്റ്. പിന്നെ മഴയത്ത് കളിക്കാൻ പോയിരുന്നോ? കൊള്ളാലോ. ഇനിയിപ്പോൾ 1-2 ദിവസത്തേക്ക് മോൻ അടങ്ങിയിരിക്കാനുള്ള കാരണമായില്ലേ. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് ചേച്ചി വീട്ടിലേക്ക് തിരിച്ചു പോയി. പിന്നെ 1-2 ദിവസം കഴിഞ്ഞ് എൻ്റെ പനിയൊക്കെ മാറിയതിന് ശേഷം ചേച്ചിയുടെ വീട്ടിലേക്ക് പോയത്. ഞാൻ പോകുമ്പോൾ ചേച്ചിയും മോളും മുറ്റത്ത് നിന്ന് ചെടി നനയ്ക്കുകയും ചെടി വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പനിയൊക്കെ മാറി ഉഷാറായല്ലോ. എന്നെ കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു. ചേച്ചി, എല്ലാം മാറി. ചെടി നനയില്ല? നന്ദു, ചെടി നനയുണ്ട്. പിന്നെ കുറച്ച് ചെടി വാങ്ങിയിരുന്നു, അത് നടുകയും വേണം. നിനക്ക് ക്ഷീണമൊന്നുമില്ലെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? അതിനെന്താ ചേച്ചി, ഞാൻ എന്താ ചെയ്യണ്ടേ? നിൽക്ക്, ഒരു 5 മിനിറ്റ് ചെടി നനച്ച് കഴിഞ്ഞിട്ട് ഞാനും വരാം. നമുക്ക് പുറകിലത്തെ പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്ത് ചട്ടിയിൽ നിറയ്ക്കണം. ശരി ചേച്ചി. ഒരു ബ്ലൂ കളർ നൈറ്റി ആയിരുന്നു അവളുടെ വേഷം. അതിനുള്ളിൽ അതൊക്കെ എന്നെ മാടി പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയൊക്കെ ചെയ്തു. എന്നാ വാ നന്ദു, നമുക്ക് മണ്ണ് നിറയ്ക്കാം. ഇവിടെ അമ്മയുണ്ടെങ്കിൽ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. എനിക്കെന്ത് ബുദ്ധിമുട്ട് ചേച്ചി? ഞാൻ ചുമ്മാ ഇരിക്കുമല്ലേ. അല്ല, അമ്മയുടെ പോയി? നീ അറിഞ്ഞില്ലല്ലോ, വീട്ടിൽ അനിയത്തി വന്നിട്ടുണ്ട്. അവൾക്കിപ്പോൾ 7ാം മാസമാണല്ലോ. അവളെ കൂട്ടിക്കൊണ്ട് വന്നു. ഇനി അമ്മ ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങോട്ടേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ചേച്ചിയും മോളും ഇവിടെ തന്നെ നിൽക്കുവാണോ? ഞാൻ ആദ്യം കരുതിയത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോയി നിൽക്കാമെന്നായിരുന്നു. അപ്പോൾ കണ്ണേട്ടനാണ് പറഞ്ഞത്, പുതിയ വീടല്ലേ, ഇപ്പം തന്നെ അടച്ചിട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന്. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് നീയും അമ്മയും ആടും ഒക്കെ താഴെ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് നോക്കാൻ തന്നെ ഞാൻ വിചാരിച്ചു. അതും ശരിയാ, പുതിയ വീടല്ലേ, ആൾതാമസമല്ലേ, പെട്ടെന്ന് പൊടി പിടിക്കും. അതും പറഞ്ഞ് ഞാൻ മണ്ണ് കൊത്താൻ തുടങ്ങി. ചേച്ചി ചട്ടി എടുത്തുകൊണ്ട് വന്നു. ഞാൻ മണ്ണ് നിറയ്ക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ കുനിഞ്ഞെന്ന് അത് ലെവൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ആ താലിമാല പുറത്തേക്ക് വീണു. ചുമ്മാ അവിടേക്ക് നോക്കിയപ്പോൾ പുറത്തേക്ക് വീണ് കിടക്കുന്ന താലിമാലയും അതിനിടയിൽ തുടിക്കുന്ന അതും എൻ്റെ കണ്ണിന് ആകെ കുളിരേക്കി. പിന്നെ
കൂടുതൽ ഞാൻ വിവരണിക്കണില്ല. കണ്ണേട്ടൻ നല്ല പോലെ പണിയെടുക്കാഞ്ഞിട്ടാണോ ഒന്നും ഇങ്ങോട്ട് സെറ്റാവാത്തേ? ഇനി തനിക്കത് കണ്ടപ്പോൾ തോന്നിപ്പോയി. എൻ്റേതാണെങ്കിൽ സെറ്റായി തുടങ്ങിയിരുന്നു. ചേച്ചിയെ കണ്ടിട്ട് ഇതൊക്കെ ആവുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി. ഞാൻ പിന്നെ അവിടേക്ക് നോക്കിയില്ല. അങ്ങനെ ചട്ടിയിലെല്ലാം മണ്ണിറച്ച് ചേച്ചി ടാപ്പിൻ്റെ ചുവട്ടിൽ പോയി കൈയും കാലൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. ഇത്തവണ നല്ലോണം ഇതായത് കൊണ്ട് തന്നെ കുറേ കൂടി വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു എനിക്ക്. ഉറങ്ങിക്കിടന്നത് എൻ്റെ വീണ്ടും തലപൊക്കി. നീ വന്ന് കൈയും കാലും കഴുകടാ, ചായ എടുക്കാം. വേണ്ട ചേച്ചി, ഞാൻ പോട്ടെ, പോയിട്ട് പിന്നെ വരാം. അത് പറ്റില്ല, എവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോയാൽ മതി നീ. അപ്പോഴാണ് ഞാൻ ചേച്ചിയുടെ മുഖം ശ്രദ്ധിച്ചത്. നല്ലൊരു സൗന്ദര്യം, എന്തോ ഒരു പ്രത്യേക ഭംഗി എനിക്കപ്പോൾ തോന്നി. ശരി ചേച്ചി, എന്നാ നീ കാര്യമായിട്ട് അകത്തേക്ക് ഇരിക്കുക. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ആദ്യമായിട്ടാണ് ചേച്ചി മോളും ഉള്ളപ്പോൾ ഞാൻ അകത്തേക്ക് കയറുന്നത്. പുതിയ വീടെടുത്തതിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എല്ലായിടത്തും ഒരു ഫ്രീഡം കാരണമായിരിക്കാം ചേച്ചി മറ്റൊന്നും ചിന്തിക്കാതെ എന്നോട് അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞതും. അങ്ങനെ ഞാൻ അകത്ത് കയറി ടി വി ഓൺ ചെയ്തു. അപ്പം തന്നെ അല്ലിയും വന്നു ടി വി കാണാനിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചേച്ചി ഡ്രസ്സൊക്കെ മാറ്റി പുറത്തേക്കെത്തി. ഇപ്പോൾ ഒരു മഞ്ഞ ആളാണ്. ചേച്ചിക്ക് ഒരുവിധം എല്ലാ കളറും ചേരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി ചായ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു. അല്ലി, നന്ദു, രണ്ടുപേരും ഒന്ന് ചായ കുടിച്ചേ. പിന്നെ എന്താ നന്ദൂട്ടാ ഭാവി പരിപാടി? ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വരാൻ കാത്തു നിൽക്കാവൂല്ലേ? അതെ ചേച്ചി, ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. SSC കോച്ചിങ്ങിന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നിനക്കപ്പോൾ പുറത്തേക്കൊന്നും പോകാൻ താല്പര്യമില്ലേ? ഇപ്പം എല്ലാവരും യൂറോപ്യൻ കൺട്രീസിലും ഗൾഫിലൊക്കെ അല്ലേ ട്രൈ ചെയ്യുന്നത്. ഇല്ല ചേച്ചി, എനിക്കിങ്ങനെ പുറത്ത് സെറ്റിൽഡ് ആവാനൊന്നും താല്പര്യമില്ല. എനിക്ക് നാട്ടിൽ അത്യാവശ്യം സാലറിയുള്ളൊരു ഗവൺമെൻറ് ജോബ് കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെയുണ്ട്. അതെൻ്റെ സന്തോഷം. അതെന്താ അങ്ങനെ? അമ്മയും ആളും മാത്രമെന്ന് വിചാരിച്ചിട്ടാണോ പുറത്തേക്ക് പോകാൻ താല്പര്യമില്ലാത്തേ? അല്ലേ ചേച്ചി, എനിക്ക് നാട്ടിൽ തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം. ഞാൻ പുറത്ത് പഠിക്കാൻ പോയപ്പോൾ അപ്പം തന്നെ എനിക്ക് മടുപ്പായി. കിട്ടുന്ന ചാൻസ് ഒക്കെ നാട്ടിൽ വന്ന് നിൽക്കാറായിരുന്നു പതിവ്. നമ്മുടെ നാടിൻ്റെ ഒരു സുഖം പുറത്ത് എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാ? ചിലർക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയാൽ മതി എന്നാ. ചേച്ചിക്ക് പുറത്ത് നിൽക്കുന്നതാണോ അതോ നാട്ടിൽ നിൽക്കുന്നതിനാണോ ഇഷ്ടം? എനിക്ക് നിന്നെപ്പോലെ നാട്ടിൽ തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം. കല്യാണം കഴിഞ്ഞ് കുറേ കാലം ദുബായി നിന്നതല്ലേ, അപ്പം തന്നെ എനിക്ക് മടുത്തു തുടങ്ങിയിരുന്നു. പിന്നെ എന്തൊരു നിമിത്തം പോലെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതും എനിക്ക് നാട്ടിലേക്ക് വരാനും പറ്റി. ഇനി ഞാൻ ഒരിക്കലും തിരിച്ചവിടേക്ക് പോവില്ല. അപ്പോൾ കണ്ണേട്ടന്നത് നാട്ടിലേക്ക് വരാനുള്ള പ്ലാനെങ്ങാനുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കണ്ണേട്ടിന് പുറത്ത് നിൽക്കാനാണ് താല്പര്യം. ദുബായിൽ നിന്ന് ഏതെങ്കിലും യൂറോപ്യൻ കൺട്രി ട്രൈ ചെയ്യണമെന്ന് ഇടയ്ക്ക് പറയുന്നൊക്കെ ഉണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല. നടന്നാലും ഞാനിവിടെ നാട്ടിൽ തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫ് അവിടെയും ഇവിടെയായി പോവില്ലേ? വർഷത്തിൽ 1.5 മാസമൊക്കെ കണ്ടിട്ട് ലീവിന് വരാമല്ലോ. അതൊക്കെ തന്നെ ധാരാളം. അപ്പോൾ പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കും. ഒരു കൊല്ലത്തിൽ 1.5 മാസം വന്നിട്ട് കാര്യം എന്താ? ഇങ്ങനെ ഓരോ സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിയോട് ചോദിക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. അല്ലെങ്കിലും അത്രയും നടപ്പം ഞങ്ങൾ തമ്മിലായിട്ടില്ലല്ലോ. നീ എന്താ നന്ദോട്ട് ആലോചിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി, ഞാൻ ചുമ്മാ ഓരോന്നിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നിനക്ക് SSC ആണ് താല്പര്യമെങ്കിൽ നല്ലോണം പഠിച്ചൊരു ജോലി വാങ്ങുക. എന്നിട്ട് നാട്ടിൽ തന്നെ ജോലിയുള്ളൊരു കുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. ആദ്യമായിട്ടായിരിക്കും ഒരാൾ എൻ്റെ കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഇതുവരെ അമ്മയോ മാളോ അങ്ങനെ ആരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കും എനിക്കെന്തോ ചിരി വന്നു. അതിനൊക്കെ ഇനി ഒരുപാട് സമയമല്ലേ ചേച്ചി? ആദ്യം ഞാൻ പഠിച്ചൊരു ജോലി വാങ്ങട്ടെ. കല്യാണം ഒരു 29-30 ആയിട്ട് കഴിക്കാന്നേ. 30 പോകേണ്ട തന്നിട്ടാ. ഒരു 26-27 കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിനക്കൊരു 22-23 വയസ്സുള്ള കുട്ടിയെ കിട്ടുകയും ചെയ്യും. ഒരുപാട് വൈകിയാൽ പിന്നെ പെണ്ണ് കിട്ടാനൊക്കെ പാടായിരിക്കും.
ഇപ്പോഴുള്ള പെൺകുട്ടികൾക്കല്ല 100 കണ്ടീഷൻസും. ജോലിയുള്ളത് കൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല. അതല്ല, ഇനി വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ലേ, അങ്ങനെ ഒന്നുമില്ല ചേച്ചി. അതെന്താ നന്ദു, നീ ബാംഗ്ലൂരിലെല്ലാം പഠിച്ചല്ലേ, അവിടെ കോളേജിലൊന്നും നല്ല ആരെയും കണ്ടുപിടിച്ചില്ലേ? കോളേജിലൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് മലയാളീസ് പഠിക്കുന്ന കോളേജായിരുന്നു. പക്ഷേ എനിക്കെന്തോ ആരെയും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടും കാര്യമില്ലല്ലോ, ആർക്കും കൂടെ തോന്നണ്ടേ. അപ്പം നിനക്ക് ആരെയോ ഇഷ്ടമായിരുന്നു, നീ ട്രൈ ചെയ്യാഞ്ഞിട്ടാണോ? അല്ലേ ചേച്ചി, എനിക്കിങ്ങനെ കല്യാണം കഴിക്കണമെന്ന് തോന്നിയ ഒരാളും ഇല്ലായിരുന്നു. എല്ലാവരും ഭയങ്കര മോഡേണായിട്ടാണ് എനിക്ക് തോന്നിയത്. അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ തന്നെ വേറെയാണ്. അതെന്താ, നിനക്ക് മോഡേണായിട്ടുള്ള കുട്ടികളെ ഇഷ്ടമല്ലേ? മോഡേൺ എന്ന് വെച്ചാൽ ഒരു ഡ്രസ്സ് മാത്രമല്ല ചേച്ചി, മൊത്തത്തിൽ ലൈഫ് സ്റ്റൈൽ തന്നെ വേറെയാണ്. ഒന്നിനും ഒരു ലിമിറ്റില്ലാത്തതുപോലെയാണ്. ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നതും പിന്നെ സ്മോക്കിങ്ങും ഡ്രിങ്കിങ് ഒക്കെയാണോ നീ പറയുന്ന മോഡേൺ ലൈഫ് സ്റ്റൈൽ? അതൊക്കെ നമ്മുടെ നാട്ടിലും ഇല്ലേ ഇപ്പോൾ? അത് മാത്രമൊന്നുമല്ല ചേച്ചി, എൻ്റെ ചില ഫ്രണ്ട്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പൈസ തികയാതെ വരുമ്പോൾ ചിലതൊക്കെ എന്തോ പറഞ്ഞു തന്നത് മുഴുവിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഒരു കാര്യം ചേച്ചിയുടെ പച്ചയ്ക്ക് പറയാൻ എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല. ചിലതൊക്കെ എന്താ നീ നിർത്തിക്കളഞ്ഞേ? ഒന്നുമില്ല ചേച്ചി, നീ പറഞ്ഞു വന്നതല്ലേ, എന്തായാലും മുഴുവൻ പറയേ. പൈസയ്ക്ക് വേണ്ട ചിലരൊക്കെ മോശമായിട്ട് ഓരോന്നിനും പോകാറുണ്ടെന്ന് ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. മടിച്ചാണെങ്കിലും ഞങ്ങളൊക്കെ പറഞ്ഞു നിർത്തി. അങ്ങനെ ഞാനും എപ്പോഴും ഫേസ്ബുക്കിലോ മറ്റോ വായിച്ചതായിട്ട് ഓർമ്മയൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ കുറച്ച് വിരലുണ്ടാവും. എല്ലാവരും അങ്ങനെ ഒന്നും ആവണമെന്നില്ലല്ലോ. എന്നാലും നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ടൈമിലുള്ള കുട്ടികളായിരിക്കില്ല അവിടെ ഒരു 4 വർഷം നിന്ന് കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് ഇവിടെ നാട്ടിലുള്ള ആരെങ്കിലും മതി എന്ന ആഗ്രഹം. നാട്ടിൽ നിൽക്കുന്നവരെല്ലാവരും നല്ലതായിരിക്കുമെന്ന് അധികം തോന്നുന്നുണ്ടോ? എല്ലാവരും അല്ല, എന്നാലും ബാംഗ്ലൂരിനെല്ലാം അപേക്ഷിച്ച് എത്രയോ നല്ലതാണ് നാട്ടിൽ. നന്ദുവിന് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെക്കുറിച്ചുള്ളൊരു സങ്കല്പമെല്ലാം പറഞ്ഞേ കേൾക്കട്ടെ. അങ്ങനെയൊന്നും ഇല്ല ചേച്ചി, അതെല്ലാവർക്കും ഉണ്ടാവും. പറ, ഇത്ര കളർ വേണം, ഇത്ര തടി മതി, ഇത്ര മുടി വേണം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. കളറൊന്നും കുഴപ്പമില്ല, ഒരുപാട് കളറില്ലാതിരുന്നാൽ മതി. പിന്നെ ഒരു ആവറേജ് തടി മതി. പിന്നെ എനിക്ക് നീളം കുറച്ച് അധികം ഉള്ളത് കൊണ്ട് തീരെ നീളം കുറഞ്ഞ ആളാവാതിരുന്നാൽ മതി. പിന്നെ അത്യാവശ്യം മുടി ഉണ്ടെങ്കിൽ നല്ലത്. എന്നിട്ടാണോ ഒന്നുമില്ലാന്ന് പറഞ്ഞേ? അപ്പം മോനൊരു സ്ലിം ബ്യൂട്ടിയായ നല്ല മുടിയുള്ള നല്ല നീളമുള്ള അത്യാവശ്യം നല്ല കളറുള്ള ആളെയാണ് നോക്കുന്നതല്ലേ? അയ്യോ, അങ്ങനെ സ്ലിം ബ്യൂട്ടി എന്നല്ല, ഒരൊത്ത തടി ചേച്ചിയെ പോലെ അത്രയൊക്കെ തന്നെ. അത് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ മുഖം ആകെ അങ്ങ് മാറി. ചേച്ചിക്കൊരു അഭിമാനം തോന്നിയ പോലെ. അല്ലെങ്കിലും സ്വന്തം ഇതിനെക്കുറിച്ചൊക്കെ മറ്റൊരാൾ പുകഴ്ത്തി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നുന്നതാണല്ലോ. ഞാനതിന് അത്യാവശ്യം തടിച്ചിട്ടല്ലേ. സ്വന്തം ഇത് എന്നറിയാൻ ചേച്ചി ശ്രമിക്കുന്നുണ്ട്. ആ ഭംഗി ഞാൻ പറഞ്ഞ് കേൾക്കണം. ചേച്ചി തടിച്ചിട്ടല്ലെന്ന് ചേച്ചിക്ക് അറിയായിരുന്നിട്ടും അത് എൻ്റെ വായിന്ന് കേൾക്കണമെന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ലേ ചേച്ചി തടിച്ചിട്ടൊന്നുമല്ല, നല്ല ഒത്ത ഫിറ്റായിട്ടുള്ള ബോഡിയല്ലേ. സ്ലിം ബ്യൂട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മതി തന്നെ. ചായക്കും ബിസ്ക്കറ്റിനും ഇതൊക്കെ തന്നെ ധാരാളമല്ലേ. അവൻ്റെ ഒരു പൊക്കിയടി. അല്ല, ഞാൻ സത്യമാണ് പറഞ്ഞേ. പറഞ്ഞേ ചേച്ചിക്ക് നല്ലോണം അങ്ങ് സുഖിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റല്ലേ. കണ്ടിട്ടില്ല തടിച്ചുറങ്ങുന്നുള്ള കുട്ടികളെയാണ് ഇഷ്ടമെന്നാണ് പറഞ്ഞ്. ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ നല്ലോണം തടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞു ഇനി നീ മെലിയണ്ടെന്നൊക്കെ. ഞാൻ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ അങ്ങായി. കണ്ണേട്ടനും ആദ്യം നല്ലോണം മെലിഞ്ഞിട്ടാണ്, പിന്നെ ജോലിയൊക്കെ കിട്ടി ദുബായി പോയതിന് ശേഷം തടി വെച്ചത് തന്നെ. അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. മുമ്പുള്ള 1-2 ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു. ചേച്ചിയുടെ സങ്കല്പത്തിലുള്ള ആളെങ്ങനെയായിരുന്നു? എൻ്റെ സങ്കല്പത്തിന് ഇനി പ്രസക്തി ഇല്ലല്ലോടാ. ആ ടൈമൊക്കെ കഴിഞ്ഞില്ലേ. എന്നാലും കല്യാണത്തിന് മുമ്പ് സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതെന്തായിരുന്നു? കളർ എനിക്കും കുഴപ്പമില്ലായിരുന്നു. വൈറ്റായാലും
കുറച്ച് ഇരുണ്ട കളറാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിലും സ്കിന്നിൻ്റെ കളറിൽ എന്ത് കാര്യം, അത്യാവശ്യം നല്ല നീളം വേണമെന്നുണ്ടായിരുന്നു. എനിക്കൊരു 5-6 സെൻറ്റിമീറ്റർ അധികം നീളം വേണമെന്നുണ്ടായിരുന്നു. കണ്ണേട്ടന് എത്ര ഹൈറ്റൊക്കെ ഉണ്ടോ? ഇല്ല, കണ്ണേട്ടന് കഷ്ടിച്ച് എന്നെക്കാളൊരു സെൻറ്റിമീറ്റർ കൂടുതൽ കാണും. അതെന്താ ഹൈറ്റ് വേണമെന്ന് ഇത്ര നിർബന്ധം? ആടിൻ്റെ സൗന്ദര്യം മെയിനായിട്ട് നിൽക്കുന്നത് ഹൈറ്റിലാണ്. ഹൈറ്റില്ലാത്ത എന്ത് കളറുണ്ടായിട്ടും കാര്യമില്ല. അഭിപ്രായം വ്യക്തിപരമാണ്. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് കല്യാണത്തിന് മുന്നേ കണ്ണേട്ടൻ്റെ ഹൈറ്റ് അറിയില്ലായിരുന്നു? അറിയായിരുന്നു. നമ്മുടെ ആഗ്രഹത്തിനും സങ്കല്പവും പോലെ ഒന്നും കല്യാണം നടക്കണമെന്നില്ല. വേറെയും പല ഫാക്ടേഴ്സും ഉണ്ടല്ലോ. ജാതി, മതം, കുടുംബം, ജോലി, പൈസ, പിന്നെ എല്ലാത്തിനും മീതെ ജാതകവും എല്ലാം കൂടെ സെറ്റാവില്ല. അപ്പോൾ നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അത് ശരിയാ. നിനക്ക് പക്ഷേ ആവശ്യത്തിന് നീളമുണ്ട്. ഇപ്പോൾ എന്നെപ്പോലെ ഹൈറ്റ് ഇഷ്ടപ്പെടുന്നൊരു പെൺകുട്ടിയാണേ നിന്നെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതെനിക്ക് ബോധിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞതിന് തിരിച്ച് പറയുമല്ലേ? അല്ലടാ, സത്യം. അത് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് പോയത്. ചേച്ചിയോട് സംസാരിച്ചിരുന്നാൽ നേരം പോകുന്നതായിട്ട് അറിയില്ല. കളിയും ചിരിയും സംസാരവും അങ്ങനെ എല്ലാമായിട്ട് ഒരു 2 മാസത്തോളം അങ്ങനെ അങ്ങ് കടന്നുപോയി. ഇപ്പോൾ ഞാനും ചേച്ചിയും ഉള്ള കട്ട ഫ്രണ്ട്സ് പോലെ. എന്നാൽ പോലും സംസാരം വേറൊരു രീതിയിലേക്ക് മാറാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിച്ചു. വെറുതെ ആവശ്യം കാണിച്ചിട്ടുള്ള ബന്ധം കൂടി കളയണ്ടല്ലോ. മാത്രമല്ല, എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മോശം അനുഭവം ചേച്ചിക്കുണ്ടായാൽ അത് എന്നെ മാത്രമായിരിക്കില്ല, അമ്മയും മാളുവിനെയും ഞങ്ങളുടെ കുടുംബ ബന്ധത്തെ തന്നെ ചിലപ്പോൾ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്ന് അനുജി എന്നെ ഒന്ന് വിളിച്ചു. സ്കൂളിൽ ചില ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെ വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോഴേക്കും ബാക്കി എല്ലാവരും പരിപാടികളൊക്കെ തീർത്ത് വീട്ടിലേക്ക് പോയി. ഞങ്ങളെല്ലാ ക്ലാസ് റൂമുകളും വാതിലുകളൊക്കെ അടച്ച് തിരിച്ച് കറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു സ്ഥലത്ത് കെട്ടി തോരണം പൊട്ടി വീണത്ത് ശ്രദ്ധിച്ചത്. അപ്പോൾ തന്നെ നല്ലൊരു ചെറിയ ഏണി കൊണ്ടുവന്ന് ഇങ്ങനൊരു ചാരി തോരണം കെട്ടാൻ നോക്കി. പക്ഷെ നീ കാരല്ലേ, ഏണി പിടിച്ച് തരാം. വേണ്ട ചേച്ചി, കുഴപ്പമൊന്നുമില്ല. നീ സന്ധ്യാസമയത്ത് ഓരോന്ന് വരുത്തി വെക്കണ്ട, ഞാൻ പിടിച്ചു തരാം. അങ്ങനെ ഞാൻ ഏണി കയറി തിരിഞ്ഞു നിന്നാണ് തോരണം കെട്ടി. ചേച്ചി താഴെ നിന്ന് ഏണി പിടിക്കുന്നുണ്ട്. കുറച്ച് ലൂസ് ഫിറ്റായ ചുരിദാറായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അവിടെയൊക്കെ കാണാൻ സാധിക്കും. പുറവും മുമ്പും ഒക്കെ. പെട്ടെന്ന് ബാലൻസ് തെറ്റി ഞാൻ ഒന്ന് ഇളകി. ഞാൻ വീഴുമെന്ന് പേടിച്ച് ചേച്ചി പെട്ടെന്ന് തന്നെ പിടിച്ചു. അബദ്ധവശാൽ ചേച്ചിയുടെ ഒരു കൈ എൻ്റെ അവിടെ ആയിപ്പോയി. ആ പോളിസ്റ്റർ ട്രാക്ക് പാൻ്റ് ആയതുകൊണ്ട് തന്നെ ചേച്ചിക്ക് എൻ്റെ ഇത് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പായിരുന്നു. അത് മനസ്സിലായത് കൊണ്ടാവാം ചേച്ചി പെട്ടെന്ന് തന്നെ കൈ പിൻവലിച്ച് കാലിന്മേൽ മാറ്റി. ഇപ്പോൾ വീണേനെ ഞാൻ പിടിച്ചില്ല കാണാമായിരുന്നു. ഇല്ല, ഞാനൊന്ന് സ്റ്റഡി നിന്നതാ, വീഴാനൊന്നും നോക്കിയതല്ല. അതെ ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. ചേച്ചി കൈയെടുത്തെങ്കിലും എൻ്റെ അത് നല്ലോണം സെറ്റായിട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിക്കാണേ നേരെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല വ്യക്തമായിട്ടത് കാണുകയും ചെയ്യാം. ചേച്ചി പക്ഷേ അത് കണ്ട ഭാവം നടിച്ചിട്ടില്ല. അന്ന് വൈകുന്നേരം ഞങ്ങൾ വീട്ടിലെത്തിയ ശേഷം ഞാൻ കുളിക്കാൻ കയറി. അവിടെയൊക്കെ തൊട്ട് നോക്കിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. തൊട്ടതിന് ശേഷം എനിക്കെന്തോ നല്ല ഇതായി. ഞാൻ കയ്യിലാക്കിയിട്ട് ഓരോന്നാലോചിച്ച് ഇങ്ങനെ ആക്കി. അതുകൊണ്ടാവണം അതുവരെ ഞാൻ ചെയ്തൽ വെച്ച് എനിക്ക് ഏറ്റവും സുഖം തോന്നിയൊരു പരിപാടി അതായിരുന്നു. അന്ന് മുതലാണ് ഞാൻ ചേച്ചി ആലോചിച്ച് കയ്യിലിതാക്കാൻ തുടങ്ങി. ഒരുപാട് വായിച്ചിട്ടുള്ള ഞാൻ അതിൽ 10 കഥകളിലും ചേച്ചി നായികയും ഞാൻ നായകനായി സങ്കല്പിച്ചിട്ടാണ് ഓരോന്നാക്കി. സങ്കല്പങ്ങൾ കൂടുന്തോറും സുഖവും അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ ശരീരഭംഗിയും അതൊക്കെ കണ്ടു. ദിവസവും ഞാൻ ചേച്ചിയും മോളും കാണുകയും ചേച്ചിക്ക് ഇടയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു ഏതോ ഒരു സ്കൂൾ കുറച്ച് പെൺകുട്ടികൾ ഒരു ബസ് സ്റ്റാൻഡിൽ എന്തൊക്കെയോ ചില കാണുകയും
അത് ചെയ്ത് വീഡിയോ പ്രശസ്തമാക്കുകയും കണ്ടു. നന്ദു, എന്നിട്ട് എന്ത് കണ്ടിരുന്നോ? നീ അല്ലേ പറഞ്ഞേ ബാംഗ്ലൂരിലുള്ള കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ നന്നില്ല എന്ന്? നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഇതൊക്കെ കോമണാണ്. ഇങ്ങനത്തെ ന്യൂസും വീഡിയോസൊക്കെ കുറേ ആയല്ലോ വരുന്നു. ആ അതേ ചേച്ചി, നമ്മുടെ നാട്ടിലുണ്ട്. അവസാനം എല്ലാവരും കുറ്റം പറയുക ആൺകുട്ടികളെ മാത്രമാണ്. അങ്ങനെയുണ്ടോ? പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെങ്കിൽ മാത്രമല്ല അത് കേസാവുകയുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഈ അടുത്ത് എന്തൊരു ന്യൂസ് വന്നിരുന്നല്ലോ, 2 പേർക്കും പ്രായപൂർത്തിയായതാണ്, 2 പേരും റിലേഷൻഷിപ്പിലാണെന്നും പറഞ്ഞ് നടന്ന് ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയപ്പോൾ കേസ് ആൺകുട്ടിക്ക് മാത്രമായി. ഇല്ലടാ, അത് പിന്നെ കോടതി ഇടവിട്ട് കേസ് തള്ളിക്കളഞ്ഞിരുന്നു. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധമായതുകൊണ്ട് കേസ് നിലനിൽക്കില്ല എന്നായിരുന്നു പറഞ്ഞത്. ആണോ? അത് ഞാൻ വായിച്ചില്ലായിരുന്നു. ഇങ്ങനെയുള്ള ആൺകുട്ടികളൊന്നും റിയൽ ലൈഫിൽ ലവ് ചെയ്യുന്നതായിരിക്കത്തില്ല. പക്ഷേ അങ്ങനെയുള്ളവർക്ക് പെണ്ണ് പെട്ടെന്ന് സെറ്റാവുന്നതും കാര്യം കഴിയുമ്പോൾ അവർ നൈസായിട്ട് തേച്ചിട്ട് പോകും. പിന്നെ ഒന്നും അറിയാത്ത പാവം ആരുടെയും തലയിലാകും. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള പെണ്ണിനെ തന്നെയാവും പിന്നെ കിട്ടുക. കേട്ടിട്ടില്ലേ, കാർമ ഈസ് എ ബൂമറാങ്? അതൊക്കെ വെറുതെ ചേച്ചി, അങ്ങനൊന്നുമില്ല. ഞാനിത് പറഞ്ഞപ്പോൾ നിനക്ക് എന്താ ഒരു ടെൻഷൻ? നിനക്ക് ലവറില്ലാന്ന് നീ പറഞ്ഞു. പക്ഷേ ഇതുപോലെ വല്ലതും ഉണ്ടായിരുന്നോ ബാംഗ്ലൂരിൽ? സീരിയസ് അല്ലാതെ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ്? ഏയ് ഇല്ല ചേച്ചി, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉള്ളവരൊക്കെ ഒരുപാടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് 1-2 പേർക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലോണം പൈസ ചിലവാകും. അപ്പോൾ പൈസ ഇല്ലാഞ്ഞിട്ടാണോ മോൻ ട്രൈ ചെയ്യാഞ്ഞേ? നല്ലൊരു താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല അല്ലേ? ദൈവമേ, ഞാൻ എന്ത് പറഞ്ഞാലും തിരിച്ചത് എൻ്റെ നേരെ തന്നെ ആണല്ലോ. നീ കാര്യം പറ, ഞാൻ വേറെ ആരോടും പറയാനൊന്നും പോകുന്നില്ല. ഇല്ല ചേച്ചിയെ, അങ്ങനെയൊന്നും എനിക്ക് ആരോടൊന്നും തോന്നിയിട്ടേ ഇല്ല. അത് വെറുതെ. നിന്റെ ടീനേജർ പ്രായം മുതൽ കഴിഞ്ഞ മാസം വരെ നീ ബാംഗ്ലൂരല്ലേ ചിലവിട്ടെ? ഒരു ടീനേജിലുള്ള ബോയ്സ് എന്തൊക്കെ ചിന്തിക്കുന്നത് എനിക്കറിയാം. ഇനി നീ ബോയ് അല്ലേ? അതും പറഞ്ഞ് ചേച്ചി ചിരിച്ചു. ചേച്ചി വേണ്ട. തന്നോട്ടൊരു ദേഷ്യം വന്നോ? ഞാൻ ചുമ്മാ കളിയാക്കിയതല്ലേ. ഇല്ല ഇല്ല ചേച്ചി, ദേഷ്യമൊന്നും വന്നില്ല. ആണോ? എന്നാൽ മോൻ കാര്യം പറ. ഞാൻ കണ്ണേട്ടനോടും അമ്മയോടും ഒന്നും പറയില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് വേറെ ആരും അറിയില്ലെന്നൊരു ഉറപ്പ് എനിക്ക് തോന്നല്ലോ. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഹോപ്പ് പോയിൻ്റ്. നല്ലോണം ട്രൈ ചെയ്ത ചേച്ചി വളയും എന്ന് തോന്നിയ ആദ്യത്തെ പോയിൻ്റ്. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷം പിന്നെ ഒന്നും വിളിച്ചു വെക്കാമെന്ന് എനിക്ക് തോന്നിയില്ല. എൻ്റെ ഒരാളോട് എനിക്ക് തോന്നിയിരുന്നു, പോരട്ടെ പോരട്ടെ. എന്നിട്ട് ഞാൻ അവളോട് കമ്പനി ആവാനൊക്കെ ട്രൈ ചെയ്തു. 1-2 തവണ ഞങ്ങൾ ഒന്നിച്ച് പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോയിരുന്നു. അതോടെ 1-2 മാസത്തേക്ക് അമ്മ തന്ന പോക്കറ്റ് മണിയൊക്കെ കാലിയായി. അതിനുശേഷം പൈസ ചിലവാക്കിയിട്ടുള്ള ഒന്നും വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു. നശിപ്പിച്ചു. നീ എന്ത് ഊളയാടാ? ആരോടെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും ഇതൊക്കെ നടത്തണ്ടേ? ചേച്ചിക്കത് പറയാം. അതൊന്നും അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങനെ പൈസ ഒന്നും കിട്ടില്ല. പിന്നെ എനിക്ക് കണ്ണേട്ടൻ്റെ അമ്മ വല്ലതും തരുമായിരുന്നു. ആട്ടെ, ഞാൻ കുട്ടിയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. ഇൻസ്റ്റയിൽ നിൻ്റെ ഫ്രണ്ടായിരിക്കുമല്ലോ അല്ലേ? ഫ്രണ്ടൊക്കെ തന്നെയാണ്, കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഇൻസ്റ്റ തുറന്ന് അവളുടെ ഫോട്ടോ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ എൻ്റെ സങ്കല്പങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? അതിനൊട്ടും മാച്ചായിട്ടുള്ളൊരു പെൺകുട്ടിയൊന്നുമല്ലല്ലോ ഇത്. അത്യാവശ്യം നല്ല തടിയൊക്കെ ഉണ്ടല്ലോ, മുടിയും കുറവ്. ഈശ്വരനെ വിളിക്കാതെ കാര്യം പറയടാ. അന്ന് ഞാൻ പറഞ്ഞത് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളല്ലേ. ഇത് പക്ഷേ അങ്ങനെയല്ലല്ലോ. ഓഹോ, ഇതപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി അല്ലല്ലേ? പിന്നെ എന്തിനാണാവോ? ചേച്ചി പോയേ, ഞാൻ പോവാ. എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ട്. ഓൻ എവിടെ പോകാൻ? ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എന്ത് പറയാൻ? നിനക്ക് ഇവളോട് തോന്നിയത് എന്തായിരുന്നു? ഇവളെങ്ങനെ സെറ്റായിരുന്നെങ്കിൽ മോൻ്റെ പ്ലാൻ എന്തായിരുന്നു? എന്ത് പ്ലാൻ? ചുമ്മാ കറങ്ങാൻ പോവും, ഷോപ്പിങ്ങിന് പോവും, പിന്നെ പറ്റിയ ട്രിപ്പൊക്കെ പോവും. പിന്നെ വരട്ടെ, അങ്ങനെ വരട്ടെ. പിന്നെ ഈ നമ്മളെ ന്യൂസിൽ കണ്ട പോലെ ഓരോന്നൊപ്പിച്ച് വെച്ച് അവളെ അങ്ങ് തേക്കും. നീ ആള് മോശമില്ലല്ലോ. അയ്യോ അതല്ല, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഒരു പുണ്യാളം വന്നിരിക്കുന്നു. എന്നെ
എന്നെക്കുറിച്ച് പറയുമ്പോൾ 100 നാവ അമ്മയ്ക്കും കണ്ണേട്ടനും അച്ഛനും എല്ലാവർക്കും. ഇതാണല്ലേ ഇപ്പം നിൻ്റെ മനസ്സിലിരിപ്പ്? എൻ്റെ അമ്മേ, ഈ ചേച്ചിയുടെ ഒരു കാര്യം ആരോടൊന്നും പറയാൻ പറ്റില്ല. അവരോടൊന്നും പറയില്ലെന്ന് പറഞ്ഞല്ലേ നീ? എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഓരോന്ന് പറയിപ്പിച്ചിട്ട്. അയ്യോടാ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ടീനേജിലുള്ള ഏതൊരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തോന്നാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോഴൊക്കെ ഉള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ മോനൊക്കെ എത്രയോ ഭേദം. ഒരു പക്ഷേ നന്നായി. ഒരു പെണ്ണിനെയും പറ്റിച്ച് അവളുടെ ശാപം ഏറ്റുവാങ്ങരുത് കേട്ടോ. ശരിയാ ചേച്ചി, പെൺകുട്ടിയെ യൂസ് ചെയ്ത് പറ്റിക്കാൻ നിൽക്കരുത്. അതിന് മാത്രമാണെങ്കിൽ വേറെ എന്തൊക്കെ വഴികളുണ്ട്. അതെന്താ ചേച്ചി മനസ്സിലായില്ല? അതെയോ, കുഞ്ഞിനൊന്നും മനസ്സിലായില്ലല്ലേ? ഇല്ല ചേച്ചി, മനസ്സിലായില്ല. ചായ പിടിക്കാൻ വേണ്ടി ഹോട്ടൽ തുടങ്ങേണ്ട കാര്യമില്ല. ഇങ്ങനെ ഓരോ സിനിമയിൽ പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഓ അങ്ങനെ, ഇപ്പം മനസ്സിലായി. നീ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ചേച്ചിയുടെ അടുത്ത ചോദ്യം എന്താണെന്ന് എനിക്ക് ഊഹിക്കായിരുന്നു. അടുത്തത്, ഞാനങ്ങനെ ചായ കുടിക്കാൻ ഒരു ഹോട്ടലിലും പോയിട്ടില്ല, ഹോട്ടൽ തുടങ്ങിയിട്ടുമില്ല. ഓഹോ, ഞാൻ വിശ്വസിച്ചു. ആൺകുട്ടികളെല്ലാം ഇത്ര നല്ലവരായിരുന്നോ? സത്യമായിട്ട് ചേച്ചി, ഞാൻ പോയില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള 2-3 പേര് പോയിരുന്നു. ആഹാ, എന്നിട്ട് നീ എന്താ പോവാഞ്ഞേ? പൈസയായിരുന്നു വിഷയം. ചേച്ചി കാട് കയറി ഓരോന്ന് ചോദിക്കാനും പറയാനും തുടങ്ങി. സംസാരത്തിനിടയിലുള്ള അതിർവരമ്പുകൾ പതിയെ കുറഞ്ഞുകൊണ്ടേയിരുന്നു. അതുവരെ വളരെ ശ്രദ്ധിച്ച് ഞാൻ മറുപടി കൊടുത്തിരുന്നു. ഇനി കുറച്ചുകൂടി ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാൻ എനിക്ക് തോന്നി. ഒരുപാട് പൈസയൊന്നും വേണ്ടിയിരുന്നില്ല. 1000 രൂപ മുതൽ ചായ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. ഓഹോ, അപ്പോൾ പൈസ അല്ലെങ്കിൽ പിന്നെ എന്താ? എന്തോ എനിക്കൊരു താല്പര്യം തോന്നിയില്ല. പിന്നെ മുന്നേ പോയി ചായ കുടിച്ചവർ ആരും നല്ല റിവ്യൂ ഒന്നും പറഞ്ഞതുമില്ല. എന്തായിരുന്നു അത്രയ്ക്ക് മോശം റിവ്യൂ? അതെങ്ങനെ പറയുക? നീ മടിക്കാതെ കാര്യം പറയുന്നേ, ഞാൻ പറഞ്ഞിട്ടല്ലേ. ചേച്ചിക്ക് അത് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കുറച്ച് മസാലകളും ചേർത്ത് പറയാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ പൈസ കൊടുത്ത് പോയാൽ എന്ത് വേണേലും ചെയ്യുക എന്നുള്ളൊരു മൈൻഡിൽ അവരങ്ങ് നിന്ന് തരും. പക്ഷേ നമുക്കൊരു ഫീല് കിട്ടില്ലെന്ന് അവർ പറഞ്ഞ് വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോരാ. ഈശ്വരാ, മതി. വല്ലാത്തൊരു റിവ്യൂ ആണല്ലോ മോനെ. മോശം. ചേച്ചി നിർബന്ധിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. അത് കുഴപ്പമില്ല, അത് വിട്. ഇനി കുമ്പസാരമൊന്നുമില്ല കേട്ടോ ചേച്ചി. ഇനിയും സമയമുണ്ടല്ലോ, കുമ്പസാരം പിന്നെയും ആവാം എന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞു. ഇനി ചേച്ചി പറ, ചേച്ചിക്ക് കല്യാണത്തിന് മുന്നേ അഫെയർ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ലടാ, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അത് വെറുതെ. ഇപ്പോൾ ഇത്രയും ലുക്കുണ്ടെങ്കിൽ അന്ത കാലത്ത് എങ്ങനെ ആയേനെ? അങ്ങനെയുള്ള ഒരാൾക്ക് അഫെയറൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. വളരെ നൈസായിട്ട് ഞാൻ ചേച്ചിയൊന്ന് പൊക്കിയടിച്ച് കൊടുത്തു. ആ സീനോട് ഒന്നങ്ങ് കളറാക്കി. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പെണ്ണുങ്ങളെ പൊക്കിയടിച്ച് കൊടുക്കുക, അതൊരുപാട് ഗുണം ചെയ്യും. ആ വിഹിതത്തിലായാലും കുടുംബ ബന്ധത്തിലായാലും ഓക്കെ. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് സ്റ്റാർട്ടിങ് ഇട്ട് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ കഥ ഇവിടെ തീരിക. ഇതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് വരും കഥയിൽ കേൾക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വരുന്നത് വരെ ബൈ.